നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളും കോൺഗ്രസ് നേടിയെടുക്കും എന്നാണ് സച്ചിൻ പൈലറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് കാരണങ്ങൾ അനവധിയാണ്. BJP-യിൽ തമ്മിലടി അതിരൂക്ഷമാണ്. കാലാകാലങ്ങളിലായി 5 വർഷം കഴിയുമ്പോൾ മാറി മാറി വരുന്ന സർക്കാർ, അതുതന്നെയാണ് രാജസ്ഥാനിൽ BJP-ക്ക് ഇക്കുറി അവരുടെ ഊഴം വന്നപ്പോൾ ലഭിച്ചത്. എന്നാൽ അങ്ങനെ വലിയ മുന്നേറ്റമൊന്നും BJP-ക്ക് അവിടെ കിട്ടിയില്ല. കേവലം 116 സീറ്റുകൾ എന്ന രീതിയിൽ. സാധാരണ കീഴ്വഴക്കമനുസരിച്ച് BJP-യുടെ അധികാര സമയത്ത് അവർക്ക് ബഹുഭൂരിപക്ഷം എന്ന രീതിയാണ്. 2013 ഡിസംബറിലെ തെരഞ്ഞെടുപ്പിൽ 4/3 ഭൂരിപക്ഷവുമായാണ് വസുന്ധര രാജെ സർക്കാർ അധികാരത്തിലേക്ക് ഏറിയത്. 163 സീറ്റുകളാണ് 200 അംഗ അസംബ്ലിയിൽ അവർ ജയിച്ചു കയറിയത്. എന്നാൽ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കേവലം 116 സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. കോൺഗ്രസിനാകട്ടെ 70 സീറ്റുകൾ ലഭിച്ചു. ഈയിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ മന്ത്രി പരാജയപ്പെട്ട കാര്യം അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അവരെ വലിയ രീതിയിൽ ചക്രശ്വാസം മുട്ടിച്ച ഒരു വിഷയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതേസമയം വസുന്ധര രാജയും മകൻ ദുഷ്യന്തും കോൺഗ്രസിന് വേണ്ടി കൃത്യമായി തന്നെ ചില പ്ലാനുകൾ തയ്യാറാക്കുന്നു. കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതോ BJP-യിൽ നിന്നുകൊണ്ട് തന്നെ BJP-യെ തകിടം മറിക്കുമോ? ഇതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്നുള്ളത് കൃത്യമായി കോൺഗ്രസ്സുകാർക്കറിയാം. അശോക് ഗെഹ്ലോട്ടിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പടപ്പുറപ്പാടൊന്നും ഇനി ഉണ്ടാകുകയില്ല. കാരണം അശോക് ഗെഹ്ലോട്ടിൻ്റെ രാഷ്ട്രീയം അവസാനിച്ചിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് ഭാവി സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പയറ്റാം എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് മറ്റു രീതിയിലൊന്നും ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ സച്ചിൻ പൈലറ്റ് അങ്ങനെയല്ല. ദേശീയ ശ്രദ്ധയുള്ള ഒരു ജനനേതാവാണ്. എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് സ്വീകരണവുമുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിൻ പൈലറ്റിന് രാജസ്ഥാൻ്റെ പ്രത്യേകമായ ചുമതല, ഇലക്ഷൻ ചുമതല AICC നൽകിയിരിക്കുകയാണ്. പൈലറ്റ് മത്സരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. 25 സീറ്റുകളും നേടിയെടുക്കാൻ കഴിയും എന്നാണ് പൈലറ്റ് വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25-ൽ 21 സീറ്റുകളും കോൺഗ്രസ് ആയിരുന്നു നേടിയത്. എന്നാൽ 2014-ലും 2019-ലും BJP-യാണ് സമ്പൂർണമായി വിജയിച്ചത്. എന്നാൽ ഇക്കുറി ചിത്രം മാറുകയാണ്. ഭജൻലാൽ സർക്കാരിനെതിരെയുള്ള രോക്ഷം BJP പ്രവർത്തകർ തന്നെ പ്രകടിപ്പിച്ച് കഴിയുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് രാജസ്ഥാനിൽ വലിയ പ്രതീക്ഷയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഗുജറാത്തിലെ പോലെയോ അല്ലെങ്കിൽ ബീഹാറിലെ പോലെയോ ഒന്നും ഒരു പ്രതീക്ഷ രാജസ്ഥാനിലില്ല. രാജസ്ഥാനിൽ ശരിക്കും BJP വെള്ളം കുടിക്കുകയാണ്. ബീഹാറിൽ പോലും അവർക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. സഖ്യകക്ഷികൾക്ക് സീറ്റ് കുറഞ്ഞാലും BJP-ക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്ന വിശ്വാസം അവർക്കുണ്ട്. എന്നാൽ രാജസ്ഥാനിൽ അവർക്ക് 10 സീറ്റ് തികച്ച് കിട്ടുമോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ്.